ശബരിമലയിൽ പത്മകുമാറിന്റെ ഈ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് പത്മകുമാറിനോട് ചോദിച്ചു ഈ ശബരിമലയിൽ ദൈവതുല്യൻ ആരാണ് എന്ന്. കടകംപള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ശവന്തീനികൾക്ക് മറുപടി ഇല്ല. അപ്പൊ പത്മകുമാറിന്റെ ദൈവതുല്യനായ ശവന്തീനി കടകംപള്ളിയാണ്. പപ്പന് പറയാതിരിക്കാനും വയ്യ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പപ്പൻ റിമാൻഡിൽ കഴിയുന്നതിന് അകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ പപ്പൻ ഇതിൻ്റെ കാര്യങ്ങൾക്കകത്തൊരു വ്യക്തത വരുത്തുകയാണ്. 2007 തൊട്ട് കൊള്ള നടക്കുന്നുണ്ട്. ഇത് ഞാനിരുന്നപ്പോൾ ഞാൻ കൊള്ളയടിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, ഞാൻ തിരുത്തി. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ തിരുത്തലിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ പുറകിൽ എനിക്ക് ചില ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു, എൻ്റെ മേശ മുമ്പിൽ പല പേപ്പറുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വ്യക്തത വരുത്തി പറഞ്ഞതാണ്. അതായത് 2007 തൊട്ട് ഈ കൊള്ളയുണ്ട്. അത് കൊടിമരത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്, 18-ാം പടിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്, അതേ പാറ്റേണിലാണ് ഇപ്പോഴും നടന്നത്. എന്ന് വെച്ചാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഞാനിവിടെ കയറി ഇരുന്ന് എനിക്കും കിട്ടി, അത് സമ്മതിച്ചു. പക്ഷേ ഇതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഗൂഢാലോചനയും യഥാർത്ഥ കൊള്ളയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ മൊത്തം അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പപ്പന് മനസ്സിലായി, പപ്പനറിയാമല്ലോ CPM എന്തുവന്നു, പപ്പനറിയാമല്ലോ ഈ CPM എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ കൊണ്ട് ഇത് ക്ലോസ് ചെയ്തേക്കാൻ പറയും. പപ്പനും വാസും കൊണ്ട് ക്ലോസ് ചെയ്തേക്കും. ഇനി എന്തെങ്കിലും പപ്പൻ്റെ ജീവനം ഉണ്ടെങ്കിൽ ഭാവി അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിലോ ജീവിതം ഉണ്ടെങ്കിലോ ഒക്കെ ജാമ്യം കൊടുത്ത് വെളിയിൽ വരാം. ഇപ്പം തന്നെ നാളെ രാവിലെ ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞിട്ട് കയറിയതാണ്, അവിടെ കിടന്ന് ഒഴുക്കുമല്ലേ. അപ്പം അത് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പപ്പൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വല്ലാത്ത നെടുകൂടുന്നത് ഇപ്പം ഡീമണിയെ സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡീമണിയെ സുബ്രഹ്മണ്യത്തെ ഒന്നും ഇത്രയും ദിവസം ഏറ്റവും പ്രമുഖമായിട്ടുള്ള കോടതി വെച്ചിരിക്കുന്ന ഗൂഢാലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനകത്ത് കടൽ കടന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുള്ള ആ വ്യക്തതയും അല്ലെങ്കിൽ ഗൂഢാലോചനയും ഇതിനകത്ത് കൊള്ളയും ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഇന്ന വകുപ്പുകൾ ചേർക്കണമെന്ന് കോടതി പറഞ്ഞ് ചേർത്തിട്ടുള്ള, കോടതി പറഞ്ഞവരെ മാത്രം അറസ്റ്റ് ചെയ്തു. ഇപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് നമുക്കറിയാം, ഈ വിഷയത്തിനകത്ത് അന്വേഷണം പാടേപ്പെട്ടു. ഞാൻ പറഞ്ഞതുപോലെ അന്വേഷണം ചവിട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ പപ്പനെ തീർക്കാൻ ശ്രമിച്ചു. 3-ാം തീയതി കൊടുത്ത റിപ്പോർട്ട് വെക്കും. അതിനുശേഷം ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി വിമർശിച്ചപ്പോഴല്ലയോ ഇപ്പം ദേവസ്വം ബോർഡ് മെമ്പറെ ഒരുത്തിനെ അറസ്റ്റ് ചെയ്ത് ഇനി ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അയാൾ ഐജിയുടെ അച്ഛനാ, ആരാ, ഈ ശങ്കരദാസ്, ഐജിയുടെ അച്ഛൻ. അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലേക്കാ അയാളെ അറസ്റ്റ്. ഇപ്പം അതും കൊണ്ടും അറസ്റ്റ് ചെയ്തിട്ട് അതും കോടതി പറഞ്ഞിട്ടാ. കോടതി ഇവർക്ക് പേടിയുണ്ട്, കോടതി ഇതിനകത്ത് വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അത് CBI പോലുള്ള അന്വേഷണ ഏജൻസി ആരെങ്കിലും ഒരു റിപ്പോർട്ടുമായിട്ടോ അല്ലെങ്കിൽ ചെന്നാൽ മതിയല്ലോ. അപ്പം ആ പേടി കൊണ്ടും അല്ലെങ്കിൽ കോടതി പറഞ്ഞതുകൊണ്ടും, കോടതി വേറെ, ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും വെച്ച് അന്വേഷിച്ചാൽ ഇവന്മാർ കൊള്ളക്കാരൻ നടത്തി. ഈ SITക്ക് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പിടിച്ചപ്പം അറിയത്തില്ലായിരുന്നോ ഈ പറയുന്ന സുബ്രഹ്മണ്യത്തിന്റെ പേര് ഇവന്മാർ പറഞ്ഞു കാണുമല്ലോ, ഈ മണിയുടെ പേര് പറഞ്ഞു കാണുമല്ലോ, ബാംഗ്ലൂരിലുള്ള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യവസായം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇപ്പൊ വെളിയൊന്നുമില്ല, അയാളെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അയാളെ പറ്റി പറഞ്ഞു കാണുമല്ലോ, മയക്കുമരുന്ന് കള്ളക്കടത്തിനകത്തും ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനകത്തും ശബരിമല വിഷയത്തിനകത്തും അയാളാണ് ഇതിന്റെ മൊത്തവും. അയാൾക്ക് ആഭ്യന്തര വകുപ്പിനകത്തും ഉൾപ്പെടെ ഉള്ളതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ ഇതിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് വലിയ ഉന്നതരുണ്ട്. അത് CPM-നകത്തു നിന്നുണ്ട്, കോൺഗ്രസിനകത്തു നിന്നുണ്ട്. നമുക്കതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് വഴിചാരിയപ്പോഴാണ് സോണിയാഗാന്ധിയുടെ പേരും ഉൾപ്പെടെ ഉള്ളത് വന്ന്. അതിനുശേഷം വന്നല്ലോ കഴിഞ്ഞ ദിവസം KPCCയുടെ ഒരാൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പടം അടിച്ചുകൊണ്ട് വന്നു. അപ്പം കൊണ്ടുവന്നു. അപ്പം ഈ കൊള്ളയ്ക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട്. അവരെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ശ്രമിച്ചിരിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചിരിക്കുന്നു. അപ്പം അതിനകത്തും പടം കൊണ്ടുവന്ന അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുനിന്ന് ആളുകൾ വെളിയിൽ വരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ലെങ്കിലും CPM-ന് താല്പര്യമില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമുണ്ട്. രമേശ് ചെന്നിത്തലയാണല്ലോ അതുകൊണ്ട് CBI അന്വേഷണത്തിന് വേണ്ടി വരണമെന്ന് പറഞ്ഞു. അയാൾ കൊടുത്ത പരാതി കൃത്യം പേര് പറഞ്ഞല്ലേ കൊടുത്തത്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? 500 കോടി രൂപ എങ്ങനെ ഇടപാട് നടന്നു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പഞ്ചലോക വിഗ്രഹം ചാക്കിൽ കെട്ടിയത് ഇന്നടത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ, അതും 2000-ന്റെ കെട്ടുകൾ ആയിട്ട് ഞാൻ കണ്ടു എന്ന് ESI പറഞ്ഞിരിക്കുന്നു. ഇന്നടത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അവിടെ നിന്ന് കള്ളക്കടത്ത് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന കോവിഡ് കാലത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കോവിഡ് കാലത്താണ് ആക്രി സാധനങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അതിനകത്ത് വ്യക്തമായ പങ്കെന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇപ്പം നിവർത്തികേട് വന്നപ്പോൾ D മണിയും സുബ്രഹ്മണ്യം ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക.
ഡി മണിയും സുബ്രഹ്മണ്യം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് വ്യക്തമായിട്ട് പറയാം വൈകിട്ടാകുമ്പോഴത്തേനും അവരെ അറസ്റ്റ് ചെയ്യും. കാരണം ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇനി നോക്കുന്ന തോന്നി അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഈ ഡി മണിയെ സുബ്രഹ്മണ്യത്തെ വെച്ച് ക്ലോസ് ചെയ്യാൻ നോക്കും. കാരണം ഈ ഡി മണിയോ ഈ സുബ്രഹ്മണ്യമോ ഈ പോറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പപ്പനോ അല്ലെങ്കിൽ വാസുവോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ലത്. ഇത് ശബരിമലയിൽ മാത്രം നിൽക്കുന്ന കൊള്ളയല്ല. ഇത് ഈ കേരളത്തില് അല്ലെങ്കിൽ നമ്മൾ വ്യാപകമായി പരിശോധിച്ചാൽ ഇന്ത്യയിലുടനീളമുള്ള മഹാക്ഷേത്രങ്ങളിൽ നിന്ന് പഞ്ചലോക വിഗ്രഹവും പുരാവസ്തു സാധനങ്ങളും അടിച്ചു മാറ്റി കൊടുക്കുന്ന വലിയ അന്താരാഷ്ട്ര കാർട്ടലിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചെറിയ പിടിച്ചാൽ കിട്ടത്തില്ല. മനസ്സിലായി? ചെറുകെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് പറയാന് കൊണ്ടുവരാന് ഇന്നാളാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞാലും വെളിയിൽ പറയാന് ഒക്കെ പേടിയുള്ള തരത്തിലേക്കുള്ള ഒരു ആൾക്കാരും ഒക്കെയാണ് ഇതിൻ്റെ പിറകില്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും. ഏത് കോടതിയിലെ നിയന്ത്രണത്തിലായാലും ഈ അന്വേഷിക്കുന്നതൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ തന്നെ പറയുന്നിട്ട് 2 ശിഷ്യന്മാരെയും കൂടെ വേണം, 2 അല്ലെങ്കിൽ 20 ശിഷ്യന്മാരെയും കൂടെ വെച്ചാൽ ഈ ശിഷ്യന്മാരെല്ലാം ഇവിടെ ഒത്തരുടെ കീഴിലൊക്കെ ഇരിക്കുന്നതാ. മനസ്സിലായില്ലേ? പണ്ട് ഈ നമ്മുടെ മറ്റേ കേസുണ്ടല്ലോ 50 തല വെട്ടിപ്പൊളിച്ച് ടി പി ചന്ദ്രശേഖരന്റെ അന്വേഷണം നടത്തി അന്ന് DYSP ഉണ്ട് അയാൾ ഇപ്പോഴ് നിലത്തോട്ടിരുന്ന് നിരങ്ങുക പെൻഷൻ പറ്റി കഴിഞ്ഞപ്പോഴേ. മനസ്സിലായില്ലേ? അന്ന് അന്വേഷിച്ച് കുറെ പ്രതികളെല്ലാം പിടിച്ച് കൊടുത്താ ഇപ്പൊ നേരത്തെ നിരങ്ങും. ആരുണ്ട് ചോദിക്കാൻ, ആരുണ്ടറിയാൻ, ഏത് കോടതിയുണ്ട്? അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അതിനകത്തൊന്നെല്ലാം മനസ്സിലാക്കാനുള്ളൂ. അപ്പം ഇതിനകത്ത് ഇവര് പറയുന്നത് പോലെ നിന്നാല് കോടികൾ വീട്ടിലിരിക്കും, കുഞ്ഞുങ്ങൾക്ക് വൃത്തിയായിട്ട് ജീവിക്കാം, കാറയിലൊക്കെ നടക്കാം. ഇത് പറയാതെ പോലെ ഇരുന്നാൽ ഈ ഒരുത്തനോ രണ്ടോ ആയിരിക്കും ഇടഞ്ഞു നിൽക്കുന്നത്. ചിലപ്പോൾ ഇന്നത്തെ ചില വിഷയങ്ങളുണ്ടാവും. എന്നാലും വേണ്ട രീതിയിലൊന്നും കൊണ്ടു നടക്കത്തില്ല. അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ നാളെ കാലത്ത് എണീറ്റ് നടക്കാനോ ഒന്നും പറ്റത്തില്ല. മനസ്സിലാവും. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ ഈ പാമ്പിടിച്ച പപ്പനിലും വാസുവിലും ഏറ്റവും അവസാനം വന്ന ഈ മണിയിലും ഒക്കെ അങ്ങ് തീരത്തേ ഉള്ളൂ. അപ്പം എന്തോ ചവന്തീനികളെന്ന് പപ്പൻ പറഞ്ഞാൽ അയ്യപ്പൻ നോക്കിക്കോളൊന്നും കൂടെ പപ്പൻ പറഞ്ഞു. അയ്യപ്പൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാലും അപ്പം ആര് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഇല്ലിരിക്കുന്നതാണോ അയ്യപ്പൻ, ഇല്ല വട്ടം കാണുന്നതാണോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ അവർക്ക് അയ്യപ്പൻ എവിടെ, ഗുരുവായൂരപ്പൻ എവിടെ, ഇതൊന്നും ഒരു കാര്യമല്ല. ഇതിനെ എടുത്തോണ്ട് പോകുന്ന പണ്ട് കള്ളന്മാര് അമ്പലത്തിനകത്ത് മോട്ടിക്കാൻ കയറുന്ന ഇത് ഇളക്കുന്നതിന് മുമ്പ് പോക്കറ്റിൽ ഇരിക്കുന്ന 25 പറയും ഞാനിത് കൊണ്ടുപോകാണ്. ഭഗവാനും വിചാരിക്കും അവന്റെ പണി ഇത് അവൻ കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ കണ്ടാന്ന് ഇരിക്കുന്നേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇവന്മാര് 25 വെട്ടി കാണത്തില്ല. കള്ളനാണെങ്കിൽ 25 പൈസയെങ്കിലും അവിടെ വെക്കും, അല്ല 1 രൂപയെങ്കിലും അവിടെ വെച്ചിട്ട് പോകും. മറ്റേ അതും ഇല്ല, മൊത്തം കൊണ്ടുപോകും. അപ്പം ഇത് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇതിൻ്റെ ഗൂഢ സംഘത്തെയോ അതിൻ്റെ യഥാർത്ഥ കൊള്ള സംഘത്തെയോ ഇതിൻ്റെ യഥാർത്ഥ കൊള്ളയുടെ റൂട്ടിനെയോ ഒന്നും പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയൊരു കാർട്ടലാണ്. കാരണം അത്രയ്ക്ക് വലിയ കാർട്ടലിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരിടത്താണ് ഇത് നടന്നിരിക്കുന്നത്. നിസ്സാര ഇടത്തല്ല. കാരണം നിരന്തരം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അമ്പലത്തിലാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇത് ചെയ്യണമെങ്കിൽ അപ്പോൾ എത്ര വലിയ ധൈര്യവും എത്ര വലിയ അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കുന്നവന് എത്ര വലിയ ധൈര്യം കൊടുക്കുന്ന ആളും ഇതിൻ്റെ പുറകിലുണ്ടാവും. അപ്പം അതിൻ്റെ വലിപ്പം ആലോചിച്ചോണം. നിസ്സാരക്കാരല്ല, കൊള്ളക്കാർ നിസ്സാരക്കാരല്ല. ഇപ്പം ഡി മണി ഒരു പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഇവിടുത്തെ യഥാർത്ഥ കൊള്ളക്കാരൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ ഇടപെട്ട ആള് ആ ഉന്നതൻ്റെ, അത് CPM നേതാവായിരിക്കാം, കോൺഗ്രസിൻ്റെ ഉന്നതന്മാരുണ്ടായിരിക്കാം, BJP ഉന്നതന്മാർ, പേര് പറഞ്ഞാലും അതൊക്കെ ഡി മണി പറഞ്ഞത് ഡി മണി എടുത്തെന്ന് പറയും. അത് മനസ്സിലിരിക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കട്ടെ. ഇനി ആടുത്തും പറയണ്ട. ചോദ്യം ചെയ്തു ആവശ്യമുള്ളതൊക്കെ ഈ പേപ്പറിനകത്ത് പണ്ട് നാദിർഷാ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞില്ലേ ദിലീപിൻ്റെ കേസിനകത്ത്, നാദിർഷാ പറഞ്ഞത് ഇങ്ങനെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ രീതിയിൽ എഴുതി വെച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയാണ്. ഇതിനകത്ത് കോടതി ഇടപെട്ടതുപോലെ തന്നെ ഇപ്പം ഒരു വിലങ്ങതടിയായിട്ട് രമേശ് ചെന്നിത്തലയും വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഇതുവരെ വന്നു. ഇനി ഇതിൻ്റെ പുറകിൽ അതുപോലെ നിന്നാൽ മാത്രമേ അവിടം വരെ നിൽക്കൂ. അവിടം വരെ നമ്മൾ പഞ്ചറായ വണ്ടി തെള്ളി നീക്കി ഇട്ടത്തില്ല. അതുപോലെ അങ്ങനെ പോകും. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് 2-3 മുൻ DGPമാരുടെ പേരായിരിക്കും. അതായത് ലോക്നാഥ് ബെഹ്റ
ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം പെൻഷനായതിനു ശേഷം വളരെ നല്ല പൊസിഷനിലേക്ക് പോയി. എന്നാൽ സെൻകുമാറിന്റെ അവസ്ഥ എന്തായിരുന്നു? സ്രാവിനോടൊപ്പം നീന്തിയ ജേക്കബ് സാറിന്റെ അവസ്ഥ എന്തായിരുന്നു? അതായത് ഭരണകൂടത്തിനോട് ഒന്നിച്ചു നിന്ന് അവർ പറയുന്നത് കേട്ടാൽ ഹൈക്കോടതി ഇത് കഴിയുമ്പോൾ അങ്ങ് പോകും. ശമ്പളം കൊടുക്കുന്നതും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും സംസ്ഥാന ഗവൺമെന്റാണ്. ഇവിടെ നേരെ ചൊവ്വയൊക്കെ ഇതിന് ശേഷം ജീവിച്ചു പോകണമെങ്കിൽ, ഇന്ന് 51 കേസിന്റെ കാര്യം പറഞ്ഞു, രാധാകൃഷ്ണൻ എന്നാണ് DYSPയുടെ പേരെന്ന എൻ്റെ ഓർമ്മ. അങ്ങനെ തമിഴ്നാട്ടിൽ പോയി സെക്യൂരിറ്റി ജോലി ചെയ്തു, അതിന്റെ ഓഫീസറായിട്ടെന്തോ ജോലി ചെയ്തു. മോളെ കല്യാണം കഴിക്കാനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ ഈ പെൻഷൻ തുക പോലും തടഞ്ഞു വെച്ചു, കിട്ടിയിട്ടില്ല. അപ്പോ സംഭവം ഇതാണ്, നിങ്ങളുടെ എത്ര ഉന്നതന്റെ പേര് പറഞ്ഞാലും അതെല്ലാം സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു, മണ്ണിലെ ശാശ്വത സത്യം എന്ന് വയലാർ എഴുതിയ പോലെ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾക്കൊക്കെ അറിയാം ആരാണെന്ന് അറിയാം. പക്ഷെ ഒരു കാരണവശാലും അതൊന്നും രംഗത്ത് വരികയില്ല. അന്വേഷണം പഞ്ചറായ വണ്ടി പോലെ തന്നെ അവിടെ കിടക്കും. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല.